Racham, we can start. Yes. സങ്കീർത്തനം 90 1 മുതൽ 5 വരെയുള്ള വാക്യം. ബാറയ്ക്കുമോ കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ എന്നാത്താ നിൻ തിരുമുൻപിൽ ആത്മശരീര മനസ്സുകളെ ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. ആത്മശരീര മനസ്സുകളാ എന്നോടെ തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസപ്രദനേ അൻപോടു കൈക്കൊണ്ടിടണമേ. ബാറയ്ക്കുമോർ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ കരുണയും മനോഗുണവും നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. തലമുറ തലമുറയായി ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുന്ന പിതപുത്ര പരിശുദ്ധരൂഹാം ത്രിയേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി സ്തോത്രം. ഇന്നീ പ്രഭാതം മുതൽ ഈ സന്ധ്യയാമം വരെയും നിന്റെ ഉള്ളങ്കരങ്ങളിൽ ഞങ്ങളെ അത്ഭുതകരമായിട്ട് സംരക്ഷിച്ചതിനായിട്ടും ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും അടിയങ്ങളോട് ക്ഷമിച്ച് നിന്നിലേക്ക് തിരിച്ചു വരുവാൻ അനുതാപ ഹൃദയം ഞങ്ങളിൽ നൽകണമേ. ഞങ്ങൾ വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ മറ്റെല്ലാ ശ്രദ്ധയിൽ നിന്നും ഞങ്ങളുടെ മനസ്സിനെ പിൻവാങ്ങി ഞങ്ങളുടെ ചിന്തകളെ മാറ്റിവെച്ച് നിന്റെ തൃപ്പാദങ്ങളിൽ ഇരിക്കുന്നെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പാടി തിരുവചനങ്ങളെ വായിച്ച് ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് ഈ സന്ധ്യ ഇടയാകണമേ. ദൈവമേ, ഞങ്ങളെ പരിപൂർണമായി അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് അപ്രകാരം ജീവിപ്പാൻ അടിയങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ഇടയിലും പരിചയത്തിലുമുള്ള സകല രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനയിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങ് കൂടിയിരിക്കുന്ന ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അറിയുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പല രീതിയിലുള്ള വേദനയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് നീ സമീപസ്ഥനെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, നീ ഞങ്ങളിൽ നിന്ന് ദൂരെയല്ല. നീ ഞങ്ങളുടെ മുൻപും പിൻപും ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ ഉള്ളിലും വസിക്കുന്ന ദൈവമാണ്. രോഗികളെ നീ സ്പർശിക്കണമേ. നിന്റെ ദർശനത്താൽ അവർക്ക് സൗഖ്യം കൊടുക്കണമേ. പല രീതിയിലുള്ള ആവശ്യങ്ങൾ നിന്റെ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ അവരുടെ ജീവിതത്തിൽ അത് ആവശ്യമെങ്കിൽ നീ നൽകുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തത് നീ എടുത്തു മാറ്റുകയും ചെയ്യണമേ. ദൈവമേ, ഞങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്തെയും ഇതിന്റെ ഭരണസമിതികളെയും പ്രത്യേകാൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ ദൈവഭക്തിയുള്ളവരും ദൈവാശ്രയമുള്ളവരുമായിട്ട് ഈ രാജ്യത്തിന്റെ പൗരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും സേവനം ചെയ്യുന്നവരുമാക്കി മാറ്റണമേ. ദൈവമായ കർത്താവേ,
ഈ ലോകത്തിൽ നിന്റെ സമാധാനം വാഴുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അക്രമങ്ങളും തിന്മകളും ചെയ്യുന്നവരുടെ ഹൃദയത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. പരിശുദ്ധ സഭയെ നയിക്കുന്ന ആത്മീയപിതാക്കന്മാരെ, ഞങ്ങളുടെ മദ്രാസനം മെത്രാപ്പോലീത്ത എല്ലാ വൈദികരെയും എല്ലാ ദേവാലയങ്ങളെയും, ഞങ്ങളുടെ ദേവാലയങ്ങളൊക്കെയും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായി മാറണമേ. ഭിന്നതകളും ശത്രുതയൊക്കെ നിന്റെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റി സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും വിശുദ്ധിയുടെയും ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, നിന്റെ കൃപയിൽ അടിയങ്ങളെ പൊതിയണമേ. ഞങ്ങൾ അല്പനേരം നല്ലത് ചിന്തിക്കുവാനും ഉന്നതമായിട്ടുള്ളത് കേൾക്കുവാനും ചിന്തിപ്പാനും ധ്യാനിപ്പാനും ഞങ്ങളെ ഇടയാക്കണമേ. അത് ഞങ്ങളുടെ ശരീര ആത്മമനസ്സുകളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാന അനുഭവമാക്കി മാറ്റണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ സ്വർഗീയമായ യെരൂശലേമിൽ വസിപ്പിക്കണമേ. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ ഞങ്ങളും അവര് നിന്നോട് ചേർന്ന് നിത്യതയിൽ വസിക്കുവാനുള്ള ഭാഗ്യമൊരുക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. തുടർന്നുള്ള പറഞ്ഞോട്ടെ. Good evening, everyone. Welcome to our MMVS prayer for this month. We will start with a devotional song by Denisha George. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നീശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുളെന്നെ മറ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുളെന്നെ മറ പിടിച്ചു. താതൻ തിരുക്കടിയെത്തി തന്റെ മാർവോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി തന്റെ മാർവോടു ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നീശുവേ, സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. Thank you, Denisha. Next, we will have an Old Testament reading by Denisha Georgian. Jisha, we can't hear you. Jisha, we can't hear you. Are you speaking? ന്യൂ ടെസ്റ്റമെന്റ് റീഡിംഗ് അങ്ങ് ചെയ്തായിട്ട് അത് കഴിഞ്ഞ് വേറൊരാളെ അസൈൻ ചെയ്തായിട്ട് HSAക്ക് പറ്റത്തില്ല. Okay, we'll go with the New Testament reading by Shreya Chamatha. Philippians chapter 4 verses 4 through 13. Rejoice in the Lord always. Again I will say rejoice. Let your gentleness be known to all men. The Lord is at hand. Be anxious for nothing, but in everything by prayer and supplication,
With thanksgiving, let your requests be made known to God, and the peace of God, which surpasses all understanding, will guard your hearts and minds through Christ Jesus. Finally, brethren, whatever things are true, whatever things are noble, whatever things are just, whatever things are pure, whatever things are lovely, whatever things are of good report, if there is any virtue, or if there is anything praiseworthy, meditate on these things. The things which you have learned and received and heard and saw in me, these do, and the God of peace will be with you. But I rejoiced in the Lord greatly now that at last your care for me has flourished again. Though you surely did care, but you lacked opportunity. Not that I speak in regard to need, for I have learned in whatever state I am to be content. I know how to be abased, and I know how to abound. Everywhere in all things I have learned, both to be full and to be hungry, both to abound and to suffer need. I can do all things through Christ who strengthens me. Meet unto thee, O God, is glory. Barakimor. Thank you, Shreya. We will have another devotional song by Usha Madith. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ പാപത്തിൽ നിന്നുമെന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നിടയനന്തം വന്ദനമേ എൻ്റെ പൊന്നിടയനന്തം വന്ദനമേ അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ നാഥ അന്തികയുള്ള മഹൽ ശക്തി നീയേ താതൻ സന്നിധിയിലൻ പേർക്ക് സദാ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ മന്നിടത്തിലടിയൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരു നാമത്തിന് ദേവ വന്ദനം ചെയ്യും തിരുനാമത്തിന്. Thank you. Thank you, Usha Chechi. We will have the Old Testament reading by Jisha George now. സങ്കീർത്തനം 92 അധ്യായം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിണരം കൊണ്ടും രാവിലെ തോറും നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവയെ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവയെ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും
തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണേണ്ടതിന് തന്നെ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ. Thank you, Jisha. We'll have a devotional message given to us by Mrs. Chaini Chamathar. Good evening, everybody. And I just want to thank you for this opportunity that I have been given to speak about something from the Word of God. So I was just thinking, we all came to this 11th month of this year. And we should praise God and thank God that we all are alive, awake, talking, singing, doing everything that we have been blessed with. There are so many people in the world who were not even see this month. So I was thinking about giving something about Thanksgiving, because this is the month of Thanksgiving. But I know that we will be full of Thanksgiving messages. But I thought of talking about from the Word of God that has something related to throne of grace. So the topic for my message today is the throne of grace. The throne of grace and throne of mercy is a blessed topic that I would like to share. Let us all thank God for all the blessings God has given us. So we face every day with the grace every day. God's grace is always with us. So what do we think when we think about a throne of grace? What is the throne represent? Throne represents majesty and power. So whoever is on that throne, our Lord is on the throne. So the Lord is majestic and all-powerful, merciful. But there is another part in that throne, a throne of judgment too. But I am focusing on throne of grace today. So in our church, the altar represents the throne of the Lord. So that's why we respect we do all our respect towards the altar because of the throne of the Lord. So how do we describe the throne? As it is powerful, we surrender ourselves, our lives to the Lord according to his will. So the thing that struck me the most is from the Word of God is taken from, I'm sorry, I forgot to tell the Word of God. The Hebrews chapter 4, verses 14 to 16. Hebrews chapter 4, verses 14 to 16. Seeing that we have a great priest who has passed through the heavens, Jesus, the Son of God, let us hold fast our confession, for we do not have a high priest who cannot sympathize with our weaknesses, but was in all points tempted as we are, yet without sin. Let us therefore come boldly to the throne of grace, that we may obtain mercy and find grace to help in time of need. So that word boldly has really struck me. So I just want to let you know about the word boldly. When we think about the word boldly, it represents the power of the Lord. And we can come to this great power with a lot of grace. Lot of grace, we can come in front of the Lord with boldness
but we can come to him for healing, for protection. We can ask for help, and he's always watching us. So we always need to surrender ourselves to the Lord. So what is grace? Grace is an unmerited favor that the Lord shows towards us, which is a great example of the grace is the salvation that the Lord Jesus Christ gave himself as a sacrifice for us, for our sins. So the redemption of sins at the Calvary is the greatest example of grace. So whatever we need, if we need anything, we can run to the throne of grace. We can run to him, run to the throne of grace for anything. So it says in to find grace to help in time of need. So whenever we go, we can go very boldly. His presence is, we can go without fear because the Lord paved a way for us. What a privilege is it to come to the throne of grace. We really have a great privilege to come to the Lord. Because in the olden days, when we remember that the priest only could go once a year into the altar, and that also a high priest is chosen. But after the Lord Jesus died on the cross for our sins, that has paved a way for us that we could go to the throne of grace anytime. So we as sinners, we are sinners, so we need mercy. So I was reading from Lamentations, chapter 3, verses 22 to 23. Through Lord's mercies, we cannot be consumed because his compassions fail not. They are new every morning. Great is thy faithfulness. So the Lord's faithfulness is abundant. In his mercy, we can endure. That will not be left unsupported during our challenging times. If there is anything challenging, my sisters and friends, we can go to the throne of grace for anything and everything. So that's a very powerful throne that we have. Remember that the will of God will never take you where the grace of God cannot keep you. So he is always there whenever you are in any trouble. God is with us through every challenges. During the time of trials, only the throne of grace is sufficient. He will teach us and mold us at the throne of grace and mercy. So he will mold us into beautiful vessels for the kingdom so that we all can be used as a mighty vessel for him. So let us come to the throne of grace for in time of sickness, in time of happiness, and every circumstances. So let me recap my message. The throne of grace is the place that we all can go with boldly at any time and every time. So I would just challenge all my friends to go to the throne of grace each time and every time you need. And thank you for giving this opportunity. Amen. Thank you, Shaini Chechi, for this word of God. It's very comforting and encouraging to us all. We will now close with closing prayer and benediction by Binayaj. പാമ്പക്കുടയിൽ നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥന. കർത്താവേ, നീയല്ലാതെ ഞങ്ങളുടെ ആശ്രയം ആരാകുന്നു? നിന്റെ രഹസ്യങ്ങൾ എത്രയും വിസ്മയിക്കത്തക്കവേ ആകയാൽ നിനക്ക് സ്തുതി. നിന്റെ ശോഭയാൽ എല്ലായ്പ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സ്നേഹിതന്മാർ ഭാഗ്യവാന്മാരാകുന്നു. നീ നിന്നെ തന്നെ അവർക്ക് സമ്മാനമായി കൊടുക്കുന്ന എൻ്റെ ദൈവമേ, നിന്റെ കൃപയാൽ ദുർവികാരങ്ങളാകുന്ന വസ്ത്രങ്ങൾ ഞങ്ങളിൽ നിന്ന് ഉരിഞ്ഞു കളയണമേ. ഞങ്ങൾ ഈ ലോകം വിടുന്നതിന് മുമ്പ് നിന്റെ പരിശുദ്ധ പ്രകാശമാകുന്ന വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കാഴ്ചയുടെ ശോഭ ഞങ്ങൾക്ക് ആഹാരമായിട്ട് തരണമേ.
നിന്റെ നിത്യതയുടെ മടിയിൽ മറവായിരിക്കുന്ന രഹസ്യങ്ങൾ സന്തോഷിപ്പിക്കുന്ന പാനീയമായിട്ട് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ നിന്റെ ഏകപുത്രന്റെ ശരീരത്തിൽ അവയവങ്ങളാക്കി തീർക്കണമേ. നല്ലവനായ പിതാവേ, ഞങ്ങൾ അയോഗ്യരെങ്കിലും നിന്നിലുള്ള സ്നേഹവും ഭക്തിയും എന്നും ഞങ്ങൾക്ക് നൽകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം ഏവരുടെ മേലും, രോഗികളുടെ സൗഖ്യത്തിന്മേലും പ്രയാസം ദുഃഖം അനുഭവിക്കുന്നവരുടെ ആശ്വാസത്തിന്മേലും, നമ്മുടെ ഈ കൂട്ടായ്മയുടെ മേലും പരിശുദ്ധ സഭമേലും നമ്മുടെ ദേവാലയത്തിന്മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും നമ്മുടെ എല്ലാ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കൾ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. Thank you, Achan. With that, we have concluded today's prayer. Thank you and good night.